മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുറച്ചൊരു പഴംപുരാണം അല്ലെങ്കിൽ ജനറൽ നോളജ് വർഷങ്ങൾ കൊണ്ട് ആർജിച്ച കുറേ പൊതുവിജ്ഞാനം പറയാമെന്ന് വിചാരിച്ചാണ്. ഇതുണ്ടോ, ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീലിയ അല്ലെങ്കിൽ നമ്മുടെ അസാർഡിക്ക. ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മെയിനായിട്ടുള്ളത് ഇൻസെക്റ്റ് റിപ്പല്ലൻ്റാണ്. അതുകൊണ്ട് ഇത് ഞാൻ എടുത്തപ്പം കുറച്ച് തണലത്തുണങ്ങാനിടണം. ഏതൊരു പ്ലാന്റ്സും അതിൻ്റെ ഏതെങ്കിലും ഭാഗം നമ്മൾ ഉണങ്ങിയെടുക്കാനാണെങ്കിൽ വലിയ വെയിലത്തിടരുത്, തണലത്ത് ഉണങ്ങാനിട്ടിരിക്കുക. എനിക്ക് തണലത്ത് ഉണങ്ങാനിപ്പോൾ ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാന്ന് വെച്ചാൽ വീടിൻ്റെ ഒരുപാട് ഭാഗത്ത് ഓടിന് പകരം ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ അവിടെ എങ്ങാനും ഒരു പാത്രത്തിൽ വെച്ചിരുന്നാൽ മഴ പെയ്താലും കുഴപ്പമില്ല, വെയിലുദിച്ചാൽ ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ ഇത് ഒരുമാതിരി ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ കിരുകിരിപ്പായി കഴിഞ്ഞാൽ ഇതെവിടെ സൂക്ഷിച്ച് വെച്ചാലും ആ ഭാഗത്തേക്കൊന്നും ഇൻസെക്ട്സ് അധികം വരില്ല. ഇത് മെയിനായിട്ട് ഞാൻ ഇടുന്നത് ധാന്യങ്ങൾ നമ്മൾ വാങ്ങിച്ച് വെക്കത്തില്ലേ, പയറ്, പരിപ്പ്, അരി, അതുപോലുള്ളതിനകത്ത് ഇത് ഇട്ടാൽ ഇതിനകത്ത് ചെള്ള് പുഴുക്കത്തൊന്നും ഉണ്ടാകാതിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഓൾ സ്പൈസസിൻ്റെ ഇലയുണ്ടല്ലോ, അത് ഉണങ്ങി വെച്ചിട്ടുണ്ട്, അതിട്ടാലും ഇതേ ഗുണം തന്നെയാണ്. പിന്നീട് നമ്മൾ വാങ്ങിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇത് വേസ്റ്റാണ്. പക്ഷേ ഇത് വേസ്റ്റല്ല, ഇത് കായത്തിൻ്റെ പാത്രങ്ങളാണ്. കണ്ടോ, പല ബ്രാൻഡ് കായം പലപ്പോഴായിട്ട് വാങ്ങിച്ചതാണ്. ഇതെല്ലാം യൂസ്ഡാണ്, ഉപയോഗിച്ച് കഴിഞ്ഞു. കണ്ടോ, കായയില്ല, ഒന്നിനകത്തും കായയില്ല. അപ്പം ഈ കായമില്ലാത്ത കാലിപ്പാത്രം പതിയെ ഒന്ന് തുറന്നോ, അല്ലെങ്കിൽ തുറക്കാതെ തന്നെ ഇതിന് കായത്തിൻ്റെ മണമാണ്. അപ്പം ഞാൻ അന്നും പറഞ്ഞായിരുന്നല്ലോ, കായത്തിന് ഇതുപോലെ ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരുപാട് പ്രോപ്പർട്ടിയുള്ള പല ഔഷധ ഗുണങ്ങളുമാണ് ഇതിനെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കറിക്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഞാൻ അരിയിടുന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കും. അത് ഒരുപാട് ഉപകരമാണ്. എന്നുവെച്ചാൽ ഒരു വിധത്തിലുള്ള ചെള്ളോ അല്ലെങ്കിൽ പുഴുക്കുത്തോ ഒന്നും അരിക്കുണ്ടാകില്ല ഈ കാലിപ്പാത്രം കൂടെ അതിനകത്ത് ഇട്ട് വെച്ചാൽ. മന്ന വീഡിയോയിൽ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ അരിയൊക്കെ ചെള്ള് അല്ലെങ്കിൽ പുഴുക്കുത്തൊന്നും വീഴാതെ സൂക്ഷിക്കുന്നതെന്ന്. ഈ ഇരിക്കുന്നത് എൻ്റെ അരിപ്പാത്രമാണ്. ഇതിനകത്ത് ഞാൻ അരി സൂക്ഷിക്കുന്നത്. ഇത് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇത് ഒന്നിച്ചിങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് അരി തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണതെന്ന്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് ഇത് അളന്നെടുക്കാനുള്ള നാഴിയാണ്. നിങ്ങളൊക്കെ നാഴി കണ്ടിട്ടുണ്ടോ? ഇപ്പം നാഴി കാണാത്തവർ കാണും. ഇതൊരു അളവ് പാത്രമാണ് നാഴി. ഒരു നാഴി അരി ഉണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് മതിയാകും. പിന്നെ ഈ അരിക്കകത്തൊക്കെ ചെള്ളും ഈച്ചയും പൂച്ചയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ പുഴുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണിത്. മനസ്സിലായോ? ആച്ചി അസാഫോയിട്ടിട, അതായത് കായത്തിൻ്റെ മണം ഉണ്ടെങ്കിൽ മതി. കായം എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ പാത്രമാണ് കാലിപ്പാത്രം. ഈ കാലിപ്പാത്രം എപ്പോഴും ഇതുപോലെയുള്ള പാത്രം ഇത് അരിക്കകത്ത് ഇട്ട് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഈ കൂട്ടത്തിലും ഉണങ്ങിയ ആര്യവേപ്പില ഇട്ടാലും ഇതേ ഗുണം തന്നെ കിട്ടും. ഇത് കണ്ടോ, ചെറുപയർ സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കായത്തിൻ്റെ ഒരു പാത്രം. അതുപോലെ തന്നെ ഇത് വൻപയർ സൂക്ഷിക്കുന്ന പാത്രമാണ്. വൻപയറിനകത്ത് ഇതുപോലെ തന്നെ കായത്തിൻ്റെ ഒരു കാലിപ്പാത്രം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പയറിലും അരിയിലുമെല്ലാം ഇത് സൂക്ഷിച്ചാൽ ഇതിനകത്ത് പുഴുക്കുത്തോ ചെള്ള് അങ്ങനത്തെ കൃമികീടങ്ങളൊന്നും കീറാതെ തന്നെ നിങ്ങൾക്ക് ധാന്യങ്ങൾ സൂക്ഷിക്കാം.